ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വിവാദ പ്രസ്താവനയുമായി ബി.എസ്. യെദ്യൂരപ്പ. ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കോൺഗ്രസ് ജെ.ഡി.എസ് സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ അസംതൃപ്തമായ 8 എം.എൽ.എമാർ രാജിവെക്കുമെന്നും കർണാടകയിലെ സഖ്യ സർക്കാർ താഴെ വീഴുമെന്നും ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ ബി.എസ്. യെദ്യൂരപ്പ പറഞ്ഞു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് കർണാടകത്തിൽ നിന്നും 22 സീറ്റെങ്കിലും ലഭിക്കും. അത് സഖ്യ സർക്കാരിനെ താഴെയിറക്കാൻ തന്നെ സഹായിക്കുമെന്നും യെദ്യൂരപ്പ വ്യക്തമാക്കി. ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് യെദ്യൂരപ്പയുടെ പ്രതികരണം. കോൺഗ്രസ് ദക്ഷിണേന്ത്യയിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ കർണാടകത്തിൽ മത്സരിക്കാൻ രാഹുൽ ഗാന്ധി ധൈര്യം കാട്ടണമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. വയനാട്ടിലെ രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസിന് കരുത്താകുമെന്ന വാദം തള്ളിയ യെദ്യൂരപ്പ ഇത്തവണ ബി.ജെ.പിക്ക് ദക്ഷിണേന്ത്യയിൽ വമ്പിച്ച നേട്ടമുണ്ടാക്കാനാകുമെന്നും അവകാശവാദമുയർത്തി. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് കർണാടകയിൽ കോൺഗ്രസ് ജെ.ഡി.എസ് സഖ്യത്തിൽ ഭിന്നത തുടരുകയാണ്. ഭരണപക്ഷ അംഗങ്ങൾക്ക് കോടികൾ വാഗ്ദാനം ചെയ്യുന്ന ഓഡിയോ മുഖ്യമന്ത്രി എച്ച്.ഡി. കുമാരസ്വാമി പുറത്തുവിട്ടത് തന്നെ ഭീഷണിപ്പെടുത്താനാണെന്ന് യെദ്യൂരപ്പ പറയുന്നു. പുറത്തുവിട്ട ഓഡിയോയെക്കുറിച്ച് അന്വേഷണം നടത്തുന്നതിന് പകരം എന്നെ ഭീഷണിപ്പെടുത്താനാണ് കുമാരസ്വാമി ശ്രമിച്ചത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായാണ് ജെ.ഡി.എസ് എം.എൽ.എമാർ കൂറുമാറുന്നതിന് യെദ്യൂരപ്പ കോടികൾ വാഗ്ദാനം ചെയ്യുന്നതിന്റെ ഓഡിയോ പുറത്തുവിട്ടത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ 28 സീറ്റിൽ 22 എണ്ണവും ബി.ജെ.പി. നേടുമെന്നും കോൺഗ്രസ് ദൾ സഖ്യത്തിൽ അതൃപ്തി ശക്തമാണെന്നുമാണ് യെദ്യൂരപ്പ പറയുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം സഖ്യ സർക്കാർ വീഴുമെന്നും യെദ്യൂരപ്പ വാദിക്കുന്നു. അതേസമയം സംസ്ഥാനത്തെ സഖ്യ സർക്കാരിനെയും കോൺഗ്രസിനെയും രൂക്ഷമായി വിമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രംഗത്തെത്തിയിരുന്നു. ചിത്രദുർഗയിലും മൈസൂരുവിലും നടന്ന റാലികളിൽ സഖ്യ സർക്കാരിനെ വിമർശിച്ചതോടൊപ്പം സൈനിക നടപടികൾ ഉയർത്തിക്കാട്ടി ദേശീയത ഉണർത്താനും അദ്ദേഹം ശ്രമിച്ചു. കാർഷിക വായ്പ എഴുതിത്തള്ളിയ സർക്കാർ നടപടിയെയും അദ്ദേഹം വിമർശിച്ചു. കോൺഗ്രസ് ജനതാദൾ സഖ്യത്തിൽ ഭിന്നതയുണ്ടെന്നും കോൺഗ്രസിന് ദളിൽ വിശ്വാസമില്ലെന്നും ആരോപിക്കുക വഴി സഖ്യത്തിൽ വിള്ളലുണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ബി.ജെ.പിക്കുള്ളത്. സഖ്യ സർക്കാരിനെ വിമർശിച്ചപ്പോഴും ജനതാദൾ എസിനെ രൂക്ഷമായി വിമർശിച്ചില്ല. ദൾ നേതാവ് എച്ച്.ഡി. ദേവഗൌഡയെയും കുറ്റപ്പെടുത്തിയില്ല. പ്രധാനമന്ത്രിയായപ്പോൾ ദേവഗൌഡയെ വഞ്ചിച്ചവരാണ് കോൺഗ്രസുകാരെന്നും മുഖ്യമന്ത്രി കുമാരസ്വാമിയെ കോൺഗ്രസ് ഭീഷണിപ്പെടുത്തുകയാണെന്നും മോദി ആരോപിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.